യാത്രയാക്കുവാനായിട്ട് മാതാപിതാക്കളുടെ സമ്മതപ്രകാരം പെങ്ങള് യാത്രയാക്കുക എന്നുള്ളതാണ് ഈ പെട്ടികൊടുക്കൽ ചടങ്ങിന്റെ പ്രതീകം. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി നാളത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പെങ്ങള് ഈ നിമിഷം പെട്ടി കൊടുത്ത് ഡീക്കനെ യാത്രയാക്കാം. ഇന്ന് ഈ അനുഗ്രഹത്തിനായി കൃപാസിംഹാസനത്തിന് മുൻപിൽ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ഇളപ്ലാശ്ശേരി ശിരസ് നമിക്കുന്നു. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ നിരത്തിനായി സ്വയം ചെറുതാകുവാനും മുറിക്കപ്പെടുവാനും ഇന്നീ സഹോദരൻ കർത്താവിന്റെ ബലിവേദി അണയുകയാണ്. തിരുക്കർമ്മങ്ങൾക്ക് ആരംഭമായുള്ള പ്രദക്ഷിണത്തിനായി ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും പാരിഷ് ഹാളിന്റെ സമീപത്തേക്ക് എത്തിച്ചേരണമേ എന്ന് സ്നേഹത്തോടെ ആഗതനാകുന്നു. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് ഒരു പ്രാർത്ഥനാ ഗാനം ആലപിച്ച് ഇവരെ ദൈവാലയത്തിലേക്ക് സ്വീകരിക്കുക. നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് തിരുപ്പട്ട സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ സഭാതലയിൽ പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അർക്കതിയാക്കവന്റെ അഭിവൃദ്ധി പിതാവിനോടുള്ള അഭ്യർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത്. അഭിവൃദ്ധി പിതാവെ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ സംസ്ഥാനം ഇളംപ്ലാശ്ശേരി ജോസഫിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
സത്യവിശ്വാസം സംരക്ഷിക്കുവാനും പഠിപ്പിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികൻ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന ജോസഫ് ഇളംപ്ലാശ്ശേരി സഭയുടെ വിശ്വാസം ഏറ്റുപറയും. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയെയും അഭിവന്യ പിതാവിനെയും മറ്റ് സഭാധികാരികളെയും പൂർണ്ണ ഹൃദയത്തോടും ഉത്തരവാദിത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. അയോഗ്യനായ ഞാൻ സംസ്ഥാന ജോസഫ് ഇളംപ്ലാശ്ശേരി അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ പ്രിൻസ് ആന്റണി മെത്രാന്റെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ വൈദികാർത്തിക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധമായ ദേവാലയത്തിനുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാം വലിയ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇന്നുവരെ നമ്മളോടൊപ്പം ഒരു സാധാരണക്കാരനായി ജീവിച്ച മെൽബിനെ തമ്പുരാൻ സൂര്യന് കീഴെ ഒരു മനുഷ്യനെ സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. ഇന്നുവരെ അവൻ അങ്ങനെയുള്ളവനായിരുന്നു. പക്ഷേ ഇന്നു മുതൽ അവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ജീവിക്കാൻ പോകുന്നു. അവൻ കൈകളുയർത്തി ആശീർവദിക്കുമ്പോൾ ജനത്തിന് പാപമോചനവും ദൈവാനുഗ്രഹവും ലഭിക്കുന്നു. ബലഹീനനായ അവന്റെ കരങ്ങളിൽ യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ എടുക്കുവാൻ അവൻ യോഗ്യനാകുന്നു. കാണപ്പെടാത്ത ദൈവത്തിന്റെ കാണപ്പെടുന്ന രൂപമായി ഈ ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെ വലിയ ഒരു വിശിഷ്ടമായ സ്ഥാനത്തേക്ക് കർത്താവ് അവനെ ഉയർത്താൻ പോകുന്നു. മൺപാത്രത്തിന് സമാനമായ മാനുഷിക പ്രകൃതിയിൽ മായാത്ത മുദ്രയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തുറച്ച് ഈ സാധാരണ മനുഷ്യനെ ഒരു ദൈവിക മനുഷ്യനാക്കി കർത്താവ് മാറ്റാൻ പോകുന്നു. ഈ അത്ഭുതത്തിനാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നിമിഷം നമ്മോടൊപ്പം മെൽബിനായിരിക്കുന്നത് ഈ വലിയ ശുശ്രൂഷ ഏറ്റെടുക്കാനാണ്. ഇവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മെൽബിൻ ഇന്ന് ഒരു അടയാളമാണ്. മെൽബിൻ മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ പല ഇടവകകളിലും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കാനായി ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ വരുന്നത് ഒരു അടയാളത്തിന്റെ ഭാഗമായിട്ടാണ്. എന്താണ് ഈ അടയാളം? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് ഈ തിരുപ്പതി ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ ഗമാലിയേൽ പറഞ്ഞ വചനങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ പത്രോസിനെയും യോഹന്നാനെയും വിചാരണ ചെയ്യുന്ന അധികാരികളോട് ഗമാലിയേൽ പറഞ്ഞു, പ്രിയ യഹൂദരെ, അധികാരികളെ, അവരെ വെറുതെ വിട്ടേക്ക്. ഇത് മനുഷ്യന്റെ ആലോചനയും ഉദ്യമവുമാണെങ്കിൽ ഇത് താനെ നശിച്ചു പോയപ്പോഴും
പ്രത്യയശാസ്ത്രത്തിനും ഇല്ലാതാക്കാൻ സാധിക്കാത്ത കത്തോലിക്ക പൗരോഹിത്യം ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് ഉദിച്ച ആശയമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. തകർക്കാൻ പരിശ്രമിച്ചവർ തകർന്ന് അടിഞ്ഞുപോയിട്ടും, ഇല്ലാതാക്കാൻ പരിശ്രമിച്ചവർ ഇല്ലാതായി പോയിട്ടും, എതിർത്തവർ മൺമറഞ്ഞു പോയിട്ടും ഇന്നും കത്തോലിക്ക സഭ നിലനിൽക്കുന്നു. കത്തോലിക്ക സഭയിലെ പൗരോഹിത്യവും നിലനിൽക്കുന്നു. ലോകമുള്ളിടത്തോളം കാലം ഈ പരിശുദ്ധ കത്തോലിക്ക സഭ ഇങ്ങനെ നിലനിൽക്കും. ഈ കത്തോലിക്ക സഭയിൽ ഇതുപോലെയുള്ള വൈദികർ എന്നും വെളിച്ചം നൽകിക്കൊണ്ടിരിക്കും. ഇത് കർത്താവിന്റെ പദ്ധതിയാണ്. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. കർത്താവാണ് ഇവനെ വിളിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും വെല്ലുവിളികളും ഇത്രയും വേദനകളും ഇത്രയും അവമാനവും സഹിക്കാനായി ഇവൻ മുന്നോട്ട് വന്നിരിക്കുന്നത്? ഇന്ന് പൊതുസമൂഹവും വിശ്വാസി സമൂഹവും പുരോഹിതരെ എത്ര നിശിതമായാണ് വിമർശിക്കുന്നത്. ആരോഗ്യ തെറ്റിന്റെ പേരിൽ എല്ലാ പുരോഹിതരെയും ഒരുപോലെ അവഹേളിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സഹോദരിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്ത് ഉണ്ടായിരിക്കട്ടെ. ഭഗവത്മായ ശുശ്രൂഷ ബലഹീനനായ കരങ്ങളിലൂടെ നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പൊട്ടകർമ്മ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നാം എത്തിക്കഴിഞ്ഞു. തുടർന്ന് രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളോടുകൂടി നാം ഏവർക്കും പ്രിയങ്കരനായ ശംശാന ജോസഫ് ഇളമ്പ്ലാശ്ശേരി മിശിഹായുടെ പുരോഹിതനായി നിയോഗിതനാവുകയും തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹികാധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ താൻ സമർപ്പിക്കുന്ന ഈ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണമാക്കണമേ എന്ന് കാർത്തികൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വൈദികാർത്തിയുടെ നെറ്റി മുതൽ പുറകോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും റുസ്മ ചെയ്ത് അഭിവന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവീകതാങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ ദൈവപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ നാം സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ വിചാരണകരണയാൽ അനുഗ്രഹത്താൽ ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണമാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിന്റെ ഭൗതിക ശരീരമായ സഭയിലെ ജനത്തിനു വേണ്ടിയാണ് പുരോഹിതൻ അഭിഷിക്തനാകുന്നത്. അതുകൊണ്ട് വൈദികാർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അർഹതയാക്കോ വിശ്വാസികളുടെ സമൂഹത്തോട് നടത്തുന്ന സ്വർഗീയ മഹത്വത്തെയും ദൈവിക പരിശുദ്ധിയെയും യോജിപ്പിക്കുന്ന താപ്പ നീതിസ്വരനായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുകാരനാണ് പുരോഹിതനെന്ന് വ്യക്തമാക്കുന്ന അടയാളവുമായി നിലകൊള്ളുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും നിഷ്ഠയോടും ശുദ്ധിയോടും കൂടി തന്നെ പ്രതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്തുവിനേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വിശ്വാസ ജീവിതത്തിന്റെ സത്യകേന്ദ്രമായി നിലകൊള്ളുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ അഭിവന്യ പിതാവ് നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികന്റെ നെറ്റിയിൽ വിശുദ്ധ ബോധം കൊണ്ട് റുസ്മ ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അഭിവന്യ പിതാവ് നവവൈദികന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിനെ സുവിശേഷത്തെ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശ്വരന്റെ ശക്തി കേന്ദ്രവും
ഈശോയുടെ സുവിശേഷത്തിന്റെ ജീവദായകവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി മെൽവിൻ ജോസഫ് പിണറാശ്ശേരി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി ഈ ഇടവകയിൽ നിന്നും ഒരാൾ കൂടി പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവം കാണിച്ച അതിരറ്റ സ്നേഹത്തിന് അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തി ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാ കാലത്തിലൂടെ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാന്നിധ്യം ലഭിക്കും. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച രക്ഷിക, നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഇതാ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ നാം സാക്ഷികളാവുകയും തിരുസഭയിൽ ഒരു പുരോഹിതൻ കൂടി അഭിഷിക്തനായിരിക്കും. ഇവിടെ സന്നിഹിതരായ വൈദികരും തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട മുന്നണിച്ച് സ്നേഹത്തിന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധായിക്ക് സാക്ഷ്യം വഹിച്ച സ്ത്രീഹന്മാരുടെ പ്രത്യേകമായ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ വിശുദ്ധ വിജ്ഞാനികളുമായ പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ സഹായം ഈ നവവൈദികന് ലഭിക്കണമേ എന്നുള്ള സഹായ അഭ്യർത്ഥനകളാണ് തുടർന്ന് നടക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ നവവൈദികന് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം.
സന്നദ്ധത കൂടി നവവൈദികൻ ഇവിടെ വ്യക്തമാകുന്നു. നമുക്കെല്ലാവർക്കും ഇരിക്കാം. തുടർന്ന് നവവൈദികൻ പുതിയ പിതാവിനോടും സഹകാർമ്മികരോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടും ചേർന്ന് ഏതാനും ആദ്യമായി നന്ദി പറയുവാനുള്ളത് കുറവുകൾ പരിഗണിക്കാതെ വിളിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച നല്ല ദൈവത്തിന്, ഔന്നത്യമായ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി. അഭിമന്യ മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ പിതാവെ, സ്നേഹബഹുമാനപ്പെട്ട പ്രവിശ്യാളച്ച ലോറൻസ് പടമാളനച്ച, വികാരിയച്ച, ഫൊറോന വികാരി ജോസ് മാണിക്കത്താഴച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇടവകാംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. ഒത്തിരി സന്തോഷത്തോടെ, അതിലേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അനാദിയിലെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച് ദൈവവിളി എന്ന മഹത്തായ ദാനം തന്ന് അനുഗ്രഹിച്ച ദൈവമേ, അങ്ങ് തന്ന ഈ ജീവിത വഴിയിൽ താങ്ങായും തണലായും പ്രോത്സാഹനമായും പ്രാർത്ഥനയായും തിരുത്തലായും തിരിതെളിച്ച എല്ലാവരെയും അങ്ങേ ബലിവേദിയിൽ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു. അഭിമന്യ മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ പിതാവെ, അങ്ങയുടെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈശോയുടെ ശുശ്രൂഷ പുരോഹിതത്തിൽ എന്നെയും പങ്കുകാരനാക്കുവാൻ ദൈവം തിരുമനസ്സായി. പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ അങ്ങയുടെ സ്നേഹത്തിനും മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുമ്പോൾ എന്നോടൊപ്പം സഹകാർമ്മികരായി പങ്കുചേരുന്നത് 2ാം വർഷ ആസ്പിറൻസി കാലഘട്ടത്തിൽ എൻ്റെ രക്തരക്ഷനായിരുന്ന
സെബാസ്റ്റ്യൻ വയലിൽ അച്ഛനും ജോൺ പൂവത്തോളിൽ അച്ഛനും ബിബിൻ പരുത്തിപ്പള്ളിക്കുന്നേൽ അച്ഛനും നവവൈദികൻ ശാന്തട്ടിപ്പിലിങ്ങര അച്ഛനുമാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഏറെ സ്നേഹത്തോടും ഭക്തിയോടും കൂടെ സ്വർഗത്തിൻ്റെ ഈ ബലി അർപ്പിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. CMI സഭയ്ക്ക് വേണ്ടിയും വളരെ പ്രത്യേകമായി മേരി മാതാ വൈസ് പ്രൊവിൻസിന് വേണ്ടിയും കരേത്തിച്ചാൽ ഇടവകയ്ക്ക് വേണ്ടിയും ലംബ്ലാശ്ശേരിയിൽ പെട്ടപ്പുഴ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും സ്നേഹത്തോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കാൻ സാധിക്കാതെ പോയ എല്ലാവരുടെയും നിയോഗങ്ങളും എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിക്കണമേ. ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശുക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനായിരിക്കും. വിശ്വാസത്തിന്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകൻ. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായി ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവ്വം പഠിപ്പിക്കുക. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക. അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ. നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക. അവയെ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു.
മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മെൽവിൻ അച്ഛൻ്റെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മെൽവിൻ അച്ഛന് ആശംസകളും പ്രാർത്ഥനകളും ഭാവങ്ങളും നേരുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മെൽവിൻ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പരിശീലന കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ തന്നെ ഈ നിമിഷം വരെ CMI സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് മേരിമാത പ്രൊവിൻസിന് വേണ്ടി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഒത്തിരി കാലം മുതൽ തന്നെ മെൽവിൻ അച്ഛൻ്റെ ആ വൈദിക പരിശീലനം നീ വരാനാ കാത്തിരി
വിൻസെന്റ് പോളിന് വേണ്ടി ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് ബേബി നടപ്പന സാധനങ്ങളെ ക്ഷണിക്കുന്നു. മാതൃവേദി സംഘടനയുടെ പേരിൽ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് വീണ കോയിക്കലിനെ ക്ഷണിക്കുന്നു. SUIM സംഘടനയുടെ പേരിൽ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് ജസ്മിൻ തയ്യലിനെ ക്ഷണിക്കുന്നു. മിഷണറി സംഘടനയുടെ പേരിൽ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് സെറിൽ അയ്യലത്തിനെ ക്ഷണിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയത്ത് വന്ന് ഉപഹാരം സമർപ്പിക്കാവുന്നതാണ്. വർദ്ധിച്ച കോർഡിനേറ്റർ നൽകുകയാണ്. മുമ്പ് നന്ദി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഴയ പള്ളി മാറ്റി ഈ പുതിയ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വേണ്ടി പുതിയ പള്ളിയുടെ നെഞ്ചിരിപ്പ് നടത്തുന്നതിന് തലേ ദിവസം ഇന്നത്തെ വികാരിയച്ഛനോട് ചോദിച്ചു, ഇന്ന് ഈ കുർബാന പള്ളിയിൽ അവസാനത്തെ വിശുദ്ധ ബലിയാണ്, ഇന്ന് നിനക്ക് പ്രസംഗം പറയാൻ ആഗ്രഹമുണ്ടോ? ഞാനിന്ന് രാത്രി മുഴുവൻ പോയി ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ചു, പ്രസംഗം എഴുതി പ്രാക്ടീസ് ചെയ്തു. പക്ഷെ പിറ്റേന്ന് പ്രസംഗം പറയുവാനായിട്ട് പള്ളിയിൽ വന്നപ്പോൾ എനിക്ക് പ്രസംഗം പറയുവാനായി ഭയമായി. കാരണം ഞാൻ ഒത്തിരി സ്വപ്നം കണ്ട് നടന്നു കയറുവാൻ കൊതിച്ച ഒരു അൾത്താര ഇന്നു മുതൽ മറ്റൊരു അൾത്താരയിലേക്ക് മാറ്റപ്പെടുകയാണ് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചു. പഴയ പള്ളിയുടെ അവസാനത്തെ വിശുദ്ധ ബലിയിൽ പ്രസംഗം പറയുവാനായിട്ട് ഒരുങ്ങിയ എൻ്റെ പ്രസംഗം ഞാൻ ഒരിക്കലും പറയാത്ത ഒരു പ്രസംഗമായി ഇന്നും അവശേഷിക്കുകയാണ്. പക്ഷെ ഏതാനും വരികളിൽ ഞാൻ ആ പ്രസംഗത്തിൽ നിന്നും ഓർത്തെടുക്കുവാൻ ശ്രമിച്ചാൽ അതിങ്ങനെയായിരിക്കും. നമ്മുടെയൊക്കെ ഒത്തിരി പേര് ആദ്യമായി ഈശോയെ സ്വീകരിച്ച ഒരു പള്ളിയിലാണ് നാം ഇന്ന് അവസാനമായി ബലിയർപ്പിക്കുക. നമ്മളിൽ പലരും പുതിയ ജീവിത അന്തസ്സ് തിരഞ്ഞെടുത്ത ഒരു പള്ളിയിലാണ് നാം ഇന്ന് അവസാനമായി വിശുദ്ധ ബലിയർപ്പിക്കുക. അങ്ങനെ തുടങ്ങി ഉദാശ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ ആ പ്രസംഗം പറയുവാനായിട്ട് വരികയുന്നത്. പക്ഷേ എൻ്റെ ഭയനിമിത്തം എനിക്കത് പറയാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് ഈ പുതിയ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാനും നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിങ്ങളോടൊക്കെ നന്ദി പറയുവാനും ഒക്കെ ആയിട്ട് ഇവിടെ ആയിരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച് ദൈവം നൽകിയ
ശരീരത്തിന് ദൈവം നൽകിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം എന്നോടൊപ്പം വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രത്യേകമായിട്ട് എല്ലാ സംഘടനകളെയും പ്രതിനിധീകരിച്ച് ഈ സമ്മാനങ്ങൾ നൽകുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്ത എല്ലാവർക്കും, വികാരിയച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും നിങ്ങൾ ഓരോരുത്തർക്കും ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണമെന്ന് ഞാൻ വിനീതമായി